കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്, ഭയക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നിയമനങ്ങളും RSSന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ഇപ്പോഴേ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ വരവ് അത്ര വിദൂരമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന RSS നിയമനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വിപത്തിലേക്കാണ് കേരളം പോകാൻ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാവരും രാഹുൽ ഗാന്ധി എന്നുള്ള ഒറ്റ ആളിലേക്ക് ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയാണ്. നമസ്കാരം. കുറച്ച് നാൾ മുന്നേ വളരെ വിവാദമായ ഒരു വിഷയമായിരുന്നു വനിതാ സംവരണ ബില്ലുമായിട്ടുള്ളതും മണ്ഡല പുനർനിർമ്മാണമായിട്ടുള്ളതും. പക്ഷെ അത് അന്ന് പരാജയപ്പെട്ടെങ്കിലും ഈ സബ്ജക്റ്റിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോരുന്നില്ല. പിന്നീട് പലപ്പോഴായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വാർത്തയായിട്ടില്ലെന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ഇത് യാഥാർത്ഥ്യം ആവുകയാണെങ്കിൽ തന്നെ ഒരു പ്രധാന മാറ്റം സംസ്ഥാനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് വരാൻ പോകുന്നത് നമ്മളുടെ സീറ്റുകളുടെ എണ്ണം കൂടുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ലോക്സഭാ സീറ്റുകളിൽ ഒരു 10 കോടി 30-നടുത്ത് ആവും എന്നുള്ളതും, അതുപോലെ മറ്റ് സീറ്റുകളിൽ ആനുപാതികമായ വർധനവുണ്ടാവും. ഇത് ഒരു സമയത്ത് ഇത് സംഭവിക്കും എന്ന് ഉറപ്പാണ് എന്നിരിക്കെ ഇങ്ങനെ സീറ്റുകളുടെ എണ്ണം കൂടുന്നത് ഏത് രീതിയിലായിരിക്കും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോകുന്നത്? 2029 വൺ ഇന്ത്യ വൺ ഇലക്ഷൻ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് മലയാളി തയ്യാറായിക്കോളൂ, അതിനകത്തൊരു സംശയം വേണ്ട. ഇപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാനത്ത് N. ശേഷാദ്രിനാഥനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചിരിക്കുന്നു. N. ശേഷാദ്രിനാഥൻ ആരാണ് എന്നുള്ള കാര്യം PM നവാസ് എന്ന് പറയുന്ന ഒരു KPCC ജനറൽ സെക്രട്ടറി കരഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ ആ നിലവിളി കേൾക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ളതാണ് സത്യം. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാം. കാരണം കേരളത്തിൽ ഏകദേശം 210ഓളം നിയോജക മണ്ഡലങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ തന്നെ 30ഓളം ലോക്സഭാ മണ്ഡലങ്ങളും പുതിയതായിട്ട് ഉണ്ടാവും. പുതിയതായിട്ടല്ല, 30 ലോക്സഭാ മണ്ഡലങ്ങൾ മൊത്തത്തിലാവും. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് BJPയെ സംബന്ധിച്ച് BJPയുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് അതിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം ഭൂരിപക്ഷ സമുദായം ഇപ്രാവശ്യം കൂടെ നിന്നത് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UDFൻ്റെ പക്ഷത്ത് തന്നെയാണ് നിന്നിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് മുസ്ലിം മൈനോറിറ്റിയുടെ വോട്ടുകൾ പൂർണ്ണമായിട്ടും UDFലേക്ക് പോയതാണ് ഇടതുപക്ഷത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അതായത് ഈഴവ സമുദായം എന്നും CPMനെ പിന്തുണച്ചിട്ടുള്ള ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ ഇപ്രാവശ്യം UDFനൊപ്പമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ UDFനൊപ്പം നിൽക്കുന്ന സമയത്ത് ഇനി വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2008 മണ്ഡല പുനഃക്രമീകരണം വരാൻ വേണ്ടി പോവുകയാണ്. 28 ഈ 28 മണ്ഡല പുനഃക്രമീകരണം വരുന്ന സമയത്ത് N. ശേഷാദ്രിനാഥൻ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ റോൾ പ്രത്യക്ഷപ്പെടുന്നത്. ആരാണ് N. ശേഷാദ്രിനാഥൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RSS ശാഖകളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് സംശയമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് കോൺഗ്രസ്സുകാർക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ധാരണയില്ലാത്തത് കോൺഗ്രസ് നേതൃത്വത്തിന് മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാവാനായിട്ടുള്ള സാധ്യതയില്ല. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞുതരാം. അതായത് ഭൂരിപക്ഷ സമുദായത്തിന് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ അതിനനുസരിച്ചിട്ട് ഇവർ മണ്ഡലങ്ങളെ വിഭജിക്കും. മണ്ഡലങ്ങളെ വിഭജിച്ചതിന് ശേഷം അവിടെ സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഈ BJPയുടെ സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഈ BJPയുടെ സ്ലീപ്പർ സെല്ലുകൾ വർക്ക് ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികഞ്ഞ ഒരു വർഗീയ ബോധം ആർക്കിടയിൽ ഉണ്ടാക്കുന്നു? ഈ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അവർ വിജയിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട്. കോഴിക്കോടൊക്കെ എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടല്ല LDFന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അവിടെ ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ CPMന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി അത് തിരുത്തി അണികളെ കൂടെ നിർത്തി മുൻപോട്ട് പോകാനായിട്ട് CPMന് സാധിക്കുമെന്ന് നമുക്ക് കരുതാം. അതിന് ഒരുപാട് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2029 ഇലക്ഷനിൽ BJPയും CPMുമായിട്ട് ഏകദേശം 100ഓളം സീറ്റുകളിൽ നേരിട്ട് ഫൈറ്റ് വരും. കാരണം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ബാങ്കുകൾ വിജയം നിശ്ചയിക്കുന്ന മണ്ഡലങ്ങളായിരിക്കും ഞാൻ ഈ പറഞ്ഞ 100 എണ്ണം എന്ന് പറയുന്നത്. ബാക്കി വരുന്ന 110 മണ്ഡലങ്ങൾ, ബാക്കി വരുന്ന 110 മണ്ഡലങ്ങളിൽ UDFും അതോടൊപ്പം തന്നെ CPMും അതായത് LDFുമായിട്ടായിരിക്കും പ്രധാന മത്സരം വരുന്നത്. അവിടെ മൈനോറിറ്റിയുടെ വോട്ടുകളാണ്. ഈ മൈനോറിറ്റി വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് തിരിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറായിട്ടുള്ളൊരു വിഭാഗീയത വരുന്ന സമയത്ത് ഒരുപക്ഷെ അവർ UDFനൊപ്പം നിന്നേക്കാം. ഉറപ്പ് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ആ സമയത്തുണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂടി ആശ്രയിച്ചിട്ടായിരിക്കും ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയാം. എന്നാലും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നൊരു കാര്യമാണ്
100-ൽ പരം സീറ്റുകളിൽ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJPയും CPMും തമ്മിലായിരിക്കും ഫൈറ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാം സ്വയം ചിന്തിക്കേണ്ട കാര്യങ്ങൾ പലതുമുണ്ട്, ഭയക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല നിയമനങ്ങളും RSSന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് BJP ഇപ്പോഴേ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ വരവ് അത്ര വിദൂരമല്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെയുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കണം. അതായത് CPMകാരായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിക്കൊള്ളട്ടെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ സംഘപരിവാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന RSS നിയമനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാത്ത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ വിപത്തിലേക്കാണ് കേരളം പോകാൻ പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് എപ്പോഴും സെക്കുലറാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നടക്കുന്ന നിയമനങ്ങൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഞാൻ ആരുടെയും പേര് വ്യക്തിപരമായിട്ട് എടുത്ത് പറയാൻ വേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നടക്കുന്ന നിയമനങ്ങളിൽ പലതും RSS അജണ്ടയുടെ ഭാഗമായിട്ട് നടക്കുന്ന നിയമനങ്ങളാണ്. ഈ നിയമനങ്ങളിൽ കൃത്യമായൊരു നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സാധിക്കാതെ വരുന്ന പക്ഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയാണ്. നേരത്തെ 850-നടുത്ത് ലോക്സഭാ സീറ്റുകൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് വന്ന വാർത്തകൾ അനുസരിച്ച് അതിലും മാറ്റം വരുന്നുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് കേന്ദ്രം മനസ്സിൽ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കണക്കുകൾക്ക് മുകളിലേക്ക് വരാൻ കാര്യങ്ങൾ. BJPയുടെ ലക്ഷ്യങ്ങൾ ഒരുപാട് വലുതാണ്. BJPയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി അട്ടിമറിക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി ഒരു പ്രതികരണവുമായിട്ട് വന്നു. മറ്റ് സംസ്ഥാന പാർട്ടികൾ പലരും പ്രതികരണവുമായിട്ട് വന്നു. എങ്കിലും അതിശക്തമായിട്ട് മമതാ ബാനർജിയെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പരാജയമാണ്. അതിനുശേഷം നോക്കൂ, DMK സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നതാണ്. വെസ്റ്റ് ബംഗാൾ സർക്കാരിനെ അട്ടിമറിച്ചിരിക്കുന്നതാണ്. ബീഹാറിൽ RJD അട്ടിമറിച്ചിരിക്കുന്നതാണ്. RJDയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കൂ. ഉത്തർപ്രദേശിലേക്ക് നോക്കൂ, അവിടെ അഖിലേഷ് യാദവിനെ രാഷ്ട്രീയമായിട്ട് ഉയർന്നു വരാൻ സാധിക്കാത്ത രീതിയിലേക്ക് അടിച്ചിരുത്തിയിരിക്കുന്നതാണ്. എന്നിട്ടും അതാ സമാജ്വാദി പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് BJP ശ്രമിച്ചപ്പോഴും അതിനെ അതിജീവിച്ച് നെഞ്ചുവിരിച്ച് നിൽക്കുന്ന ആളാണ് അഖിലേഷ് യാദവ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ദേശീയ രാഷ്ട്രീയം കാണാതെ പോകരുത്. നമ്മൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ എല്ലാവരും രാഹുൽ ഗാന്ധി എന്നുള്ള ഒറ്റ ആളിലേക്ക് ഫോക്കസ്ഡ് ആണ്. പക്ഷേ ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പരിപാടികളും ക്യാൻസൽ ചെയ്യുന്നതായിട്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനായിട്ട് യോഗ്യനാവും? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അയോധ്യയിൽ നടന്നിരിക്കുന്ന ഇത്രയും വലിയൊരു കൊള്ള നടന്നിരിക്കുന്നു. ദേശീയ തലത്തിൽ തന്നെ അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ട ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ ഒരു കുറ്റമാണ് അവിടെ നടന്നിരിക്കുന്നത്. ആ കുറ്റം നടന്നിരിക്കുന്ന സമയത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനായിട്ട് രാഹുൽ ഗാന്ധി ഇന്ത്യയിലില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദേശീയ തലത്തിൽ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷമുണ്ടോ എന്നുള്ള ചോദ്യമല്ല ഉയർന്നു വരുന്നത്. എന്നാൽ പ്രാദേശികമായിട്ട് എത്രയോ പ്രതിപക്ഷ കക്ഷികളുണ്ട്. ദേശീയ തലത്തിൽ നീണ്ടു കിടക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടി ഈ പ്രാദേശിക പാർട്ടികളെ എല്ലാം കൂടി ഏകോപിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ചിന്തിക്കുന്നില്ലല്ലോ. ഈ ശരത് പവാറിനെ കൂടെ നിർത്താൻ കഴിയാത്തതും ഒരു പ്രശ്നമാണല്ലോ. ശരത് പവാറിന്റെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം പറഞ്ഞില്ല. ശരത് പവാർ എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഉറപ്പായിട്ടും BJPയുടെ NDAയുടെ ഭാഗമായിട്ട് മാറും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. അതിനി എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര മണിക്കൂറുകൾ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ട് അദ്ദേഹം വലിയ പ്രശ്നത്തിലാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള സുപ്രിയ സുലെയെ നല്ല രീതിയിൽ എവിടെയെങ്കിലും ഒരു അക്കോമഡേഷൻ നടത്തുക, അതായത് ഒരു പക്ഷേ അത് അവരെ ഒരു കേന്ദ്രമന്ത്രി, ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതോടുകൂടി ശരത് പവാറിൻ്റെ രാഷ്ട്രീയം അവിടെ അവസാനിക്കില്ലേ? TVK തിരിഞ്ഞു കൊത്തില്ല എന്നുള്ള കാര്യത്തിലും ഉറപ്പൊന്നുമില്ലല്ലോ. TVK സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, DMKയെ അട്ടിമറിച്ചിരിക്കുന്നതാണ്. പക്ഷേ എന്നിട്ടും DMKയുടെ നേതാക്കന്മാർ DMKയെ പിടിച്ചു നിർത്തുന്നുണ്ട്. എങ്കിലും ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ DMK രാഷ്ട്രീയത്തിലും ഒരുപാട് കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടാവും. പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ സ്റ്റാലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വസ്തുതയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ ഈ പ്രാദേശിക പാർട്ടികൾക്ക് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു ശക്തമായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു നേതാവ് ഉണ്ടാവണം.
അങ്ങനെ ദേശീയ തലത്തിൽ പ്രാദേശിക കക്ഷികളെ സംരക്ഷിക്കാൻ ശേഷിയുള്ള ഏത് നേതാവാണുള്ളത് ഇപ്പോൾ? മമതയ്ക്കായിരുന്നു അതിനുള്ള കെൽപ്പുണ്ടായിരുന്നു. കോൺഗ്രസ് ചെയ്യേണ്ടത് അതാണ്. കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യേണ്ടത് വെച്ചാൽ മമതാ ബാനർജിയെ പോലെയുള്ള ഒരാളെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കി കൊണ്ടുവരിക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്ന് എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് ഫാൻസ് ഗ്രൂപ്പില്ലേ, അല്ലെങ്കിൽ അവരെ അംഗീകരിക്കുന്ന ആളുകളില്ലേ, അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയട്ടെ. കേരളത്തിലെ നേതൃത്വത്തിന് ഈ RSS നിയമനങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനായിട്ടും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പക്ഷം.